എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷമുള്ള സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് ഹാപ്പിയായി നിങ്ങളോട് സംസാരിക്കണം തോന്നിയത്. അതായത് കേരളത്തിൽ 4,24,538 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പാസ്സായിരുന്നത്. അതിൽ നിന്നുള്ള 3 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ നാളെ +1 ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ മുന്നൊരുക്കമാണ് സർക്കാർ ഒരുക്കിയതെന്നാണ് നമ്മുടെ ദിലീപ് മാഷ് പറയുന്നത്. അപ്പോൾ JCI മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ദിലീപ് കൊതേരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. പക്ഷേ എങ്ങനെയാണ് നാളത്തെ വരവേൽപ്പിൻ്റെ ഒരുക്കങ്ങൾ, ഏതൊക്കെ തരത്തിലാണ്? അത് ബാബ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആഘോഷമായിട്ട് കുട്ടികൾക്ക് പ്രവേശന ഒരു ഉത്സവമായി തന്നെ നടത്തുന്നത്. വരവേൽപ്പ് 2025 എന്ന് പേര് നൽകിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നാളെ കേരളത്തിലുള്ള എല്ലാ +1 വിദ്യാലയങ്ങളിലും നടത്തുന്നത്. പ്രത്യേക ചടങ്ങുകളായിട്ട് തന്നെയാണ് നടത്തുന്നത്. വിശിഷ്ടാതിഥികളെ വിളിച്ചുകൊണ്ട്, അതായത് മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA പ്രതിനിധികൾ, അതേപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടാണ് നാളത്തെ ഈ ഒരു വരവേൽപ്പ് 2025 എന്ന പ്രവേശനോത്സവം പ്രത്യേകിച്ച് +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നത്. മുന്നേ ഒക്കെ നടത്തുന്നത് ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 2 സ്കൂൾ തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു പ്രവേശനോത്സവം നടത്തി വന്നിരുന്നത്. പക്ഷേ ഈ വർഷം ഒരു വ്യത്യസ്തമായ രീതിയിൽ +1 വിദ്യാർത്ഥികൾക്കും മികച്ച ഒരു പ്രവേശനോത്സവം എന്നുള്ള രീതിയിലാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4,24,538 കുട്ടികൾ വിജയിച്ചു. അതിൽ എത്രത്തോളം ആളുകൾക്കാണ് നിലവിൽ ഈ 3ാം അലോട്ട്മെന്റ് ഞായറാഴ്ച വന്നു, കുട്ടികൾ ഇന്ന് പ്രവേശനം നേടിക്കഴിഞ്ഞു. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉള്ളത്. അപ്പോൾ എത്രത്തോളമാണ് ഇനി ബാക്കി, എത്ര കുട്ടികൾ ഇപ്പോൾ പ്രവേശനം നേടി? നമ്മുടെ ഏകദേശം ഒരു കേരളത്തിൽ 3,25,000 വിദ്യാർത്ഥികൾ പല സ്ട്രീമുകളിലായിട്ട് പ്രവേശനം നേടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സീറ്റുകളിൽ എത്രത്തോളമാണ് സീറ്റുകൾ വേക്കൻസി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അലോട്ട്മെന്റിൽ ഇനി വേണ്ടത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ സ്കൂളിലാണ്, ഏതൊക്കെ സ്ട്രീമിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുവരെ എവിടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണ് ആ വേക്കൻസി, ഏത് സ്ട്രീമിലാണ് ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്താൽ മതി? നിലവിൽ അവർ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ സ്കൂളിൻ്റെ ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് അവർ വീണ്ടും സബ്മിറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് നേരത്തെ മാഷ് പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം കുട്ടികൾ പുറത്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് അവർ കാത്തു വെക്കുന്നത്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ എത്ര കുട്ടികളെയാണ് പരിഗണിക്കാൻ സാധ്യത? അതായത് ഇപ്പോൾ നമ്മൾ ചില സ്കൂളുകളിൽ ഏകദേശം 60 സീറ്റുകളാണ് നമുക്ക് ഉണ്ടാവുക +2-ന്. ചിലപ്പോൾ 30 സീറ്റുകളൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുള്ളൂ കുട്ടികൾ. 30ഓളം സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ടാവും. പല ആൾക്കാരും ചിലപ്പോൾ അവർക്ക് വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന സ്കൂളിലേക്ക് മാത്രമേ ആദ്യത്തെ അലോട്ട്മെന്റിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സ്കൂളുകളുടെ വേക്കൻസികൾ ലിസ്റ്റ് നോക്കിയിട്ട് അവർ വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ ഒഴിവുകളൊക്കെ അതിൽ നികത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. യെസ്, അതാണ്. ഏതാണ്ട് 1 ലക്ഷം കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ പുറത്തുണ്ടാവുക. അതിൽ നിന്ന് ഏതാണ്ട് മാഷ് പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു 38,000 കുട്ടികൾക്കെങ്കിലും ഇനിയും വിദ്യാലയങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കി വരുന്ന കുറച്ച് കുട്ടികൾ പുറത്തിങ്ങനെ നിൽക്കുകയും ചെയ്യും. പക്ഷേ അവരെ കാത്ത് നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വലിയ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. കാരണം നല്ല അടിസ്ഥാന സൗകര്യം, പണ്ടത്തെ പോലെയല്ല. നമ്മുടെ പ്രൈവറ്റ് കോളേജിലൊക്കെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി നല്ല നമ്മുടെ സ്കൂളുകളിലെ അതേ മാതൃകയിൽ അതേ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് അല്ലേ? അതേ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് മികവുള്ള അധ്യാപകരെ വെച്ച്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല മണിക്കൂറിനൊക്കെ പൈസ വാങ്ങിക്കുന്ന അധ്യാപകരുടെ കാലമാണ്. കാരണം അത്രയും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം തരാൻ വേണ്ടി അവരൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അഥവാ സ്കൂളിൽ ചില കുട്ടികൾക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? പിന്നെ അതേപോലെ തന്നെ പോളിടെക്നിക്, ITIയിലൊക്കെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. യെസ്, ഇത് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് സ്ഥാപനമാണ്. എടയന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ ആളുകൾക്കൊരു സംശയം, ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് 2 സെക്ഷൻ ഉണ്ട് അവിടെ അല്ലേ? അതെന്താണ് നമുക്ക് അതായത് ഇപ്പം നമ്മളിപ്പോൾ സപ്പോസ് +1 അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമ്മളിപ്പോൾ അവിടെ എടയന്നൂർ സ്കൂളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, നോർമൽ ഹയർ സെക്കൻഡറി ഉണ്ട്. അപ്പോൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ തന്നെ അപ്ലൈ ചെയ്യണം. ഈ വൊക്കേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ അവർക്ക് അഡീഷണൽ ആയിട്ട് ഇതേപോലെയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് അതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ തന്നെ അവർക്ക് ഏത് മേഖലയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളും ഇതിൻ്റെ കൂടെ അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതന്നെ അവർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഏതാണ് വേണ്ടത് എന്നുള്ളത്. യെസ്, ഇത് പല ആൾക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് മാഷോട് ചോദിച്ചത്. ഒപ്പം തന്നെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ചാവശ്ശേരി സ്കൂള് അതേപോലെ എടയന്നൂർ സ്കൂൾ ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് കുറച്ചുകൂടി സീറ്റ് വർധനമുണ്ട് മറ്റ് അല്ലേ, മറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളിൽ വിഭിന്നമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊരു പ്രത്യേകത നമ്മുടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി കൂടി നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അവിടെ ഇത്തവണ ഒരു തീരുമാനം അവർ മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. കാരണം അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ മാനേജ്മെൻറ്റ് സീറ്റ് കൊടുക്കുന്നുള്ളൂ എന്നൊരു തീരുമാനം, അതൊരു മികച്ച തീരുമാനമാണ്. കാരണം അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവർ പഠിച്ച സ്കൂളിൽ തന്നെ വേണമെന്ന് പറയുന്ന സമയത്ത് അത്ര സീറ്റേ ഉള്ളൂ. ആ ഉള്ള സീറ്റ് അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പ്രഥമ പരിഗണന കൊടുക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനം കൂടി ഇത്തവണ നടപ്പായി വരികയാണ്. ഒപ്പം തന്നെ ചെറിയ ഫീസേ വാങ്ങിക്കുന്നുള്ള ഒരു മാതൃക കൂടി അതിനകത്തുണ്ട്. അതുകൂടി നമ്മൾ ഇവിടെ പങ്കുവെക്കണ്ടേ അല്ലേ? അതെ അതെ, തീർച്ചയായും പങ്കുവെക്കണം. ഇത് സംബന്ധിച്ചെന്ന് മാഷ് പറയേണ്ടത് ഇനിയിപ്പം നാളത്തെ പ്രവേശനോത്സവം വളരെ ഗംഭീരമാകും എന്നുള്ളത് തന്നെയാണ്. അതാണ് വരവേൽപ്പോട് കൂടി നമുക്ക് ഗംഭീരമായി തുടങ്ങാം. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അമൽമണിയാണ്. വീണ്ടും മറ്റൊരിടത്ത് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുകയാണ്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.